അത് 30 രൂപ. പിൻപിന്നടുത്ത് പോകാം, പിൻപിന്നടുത്ത് പോകാം. 30 രൂപ. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം. ഉണ്ണിയെ, നീ എന്നാ ദുബായിന്ന് വരുന്നത്? ഇല്ല, ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞാൽ അവിടെ മകളുടെ അടുത്ത് വരുന്നുണ്ട്. അതിപ്പോ അവിടെ മാത്രമല്ല, ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഗ്ലോബൽ വാർമിംഗ് അല്ലേ? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നീയൊക്കെ എന്തിനാടാ ഡിഗ്രി പഠിച്ചത്? എടാ, ആഗോള താപനം. നീ ഇങ്ങനെ കുടുംബം, കുട്ടികൾ, ബിസിനസ് എന്ന് പറഞ്ഞിങ്ങനെ ഒതുങ്ങി കൂടി കഴിഞ്ഞോ? എടാ, ലോക വിവരം വേണം. ലോകം ഇങ്ങനെ പരന്നു കിടക്കുക. എല്ലാത്തിനെ കുറിച്ച് ഒരു അറിവുണ്ടായാൽ നല്ലത്. ശരി ശരി, കാണാം. സൂതേറിന് നല്ല ധാരണയല്ല, ലോക കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല വിവരം ഉണ്ടല്ലോ. വേണം. എടാ, കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ വന്നിരുന്ന് ഈ ടിക്കറ്റ് വിൽക്കൽ മാത്രമല്ല ജീവിതം. പത്രം വായിക്കണം, TV കാണണം, അങ്ങനെ ലോകത്തെ കുറിച്ച് അറിവുണ്ടാവണം. സൂതേറിന് ഇത്ര അറിവും വിവരം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, കോടീശ്വരനാകാൻ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ആ മഴവിൽ മനോരമയിലെ കോടീശ്വരൻ പരിപാടി ഒന്ന് പങ്കെടുത്തൂടെ? മഴവിൽ മനോരമയിലെ കോടീശ്വരൻ? ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ 5000 രൂപ മുതൽ 1 കോടി രൂപ വരെ കിട്ടും. അതെന്ന് മുതല്? ഈ നവംബർ 11 തൊട്ട് തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാത്രി 9 മണിക്ക് നമ്മുടെ സുരേഷ് ഗോപി MP ഇല്ലേ, പുള്ളിയാണ് അത് അവതരിപ്പിക്കണത്. അല്ല, അതിലൊന്ന് ശ്രമിച്ചു നോക്കാം. എന്നെ പോലെ ശ്രമിച്ചാൽ നടക്കും. അല്ല, അതൊക്കെ നല്ല പരിപാടിയാ. ആരാണ് ടിക്കറ്റ് എടുക്കാൻ പറ്റണ? പിൻ നാളത്തെ പിൻ സൂതേരൻ അന്വേഷിച്ചാന്ന് തോന്നുന്നു. I'm from Karnataka. Could you please help me? I want to go to the village office of Kindanur village office. So could you please tell me the way to the Kindanur village office? Kindanur village office. വില്ലേജ് ഓഫീസ് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കാൻ. Kindanur village office. വില്ലേജ് ഓഫീസ് എവിടെയാണ്? Yes, village office. അത് എവിടെയെന്നറിയോ? നമ്മൾ ഇവിടുന്ന് നേരെ പോവാ, എന്നിട്ട് ഫസ്റ്റ് വലത്തോട്ട് തിരിയാ, എന്നിട്ട് അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നേരെ. Sir, I can't follow you. I don't understand what you are talking. മലയാളത്തിൽ പറഞ്ഞാൽ തിരിയൂലാന്ന്. Kannada gottu? Kannada gottu? Hindi malum hai? Hindi. നഹി. ഇംഗ്ലീഷിൽ പറഞ്ഞോട്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാവും. Okay, you tell me, please. English. Go. എന്താണ് ഗോ? പാലം. No, I don't get this. What you are talking? Go straight. Okay. First turn left. Straight. After that, first left. Okay. 100 meters straight. 100 meters straight. Go. Turn right. Turn right. A bridge. Okay. After the bridge, big flat. Okay. Flat back side, village office. Oh, back of the flat, village office. Yes. Oh, thank you very much. Okay. Thank you so much. No problem. No problem. God bless you. Thank you. അത് സൂര്യന് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ? ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ? എനിക്ക് ഈ കർണാടകക്കാരുടെ ഇംഗ്ലീഷ് അത്രയ്ക്ക് അങ്ങോട്ട് വശല്ല. എനിക്ക് മനസ്സിലായി. ഉണ്ടോ? ഇത് കുറച്ച് എടങ്ങേറ് പിടിച്ചൊരു പണിയാട്ടോ. സാറേ, എങ്ങനെയെങ്കിലും എഴുതിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ പോവില്ല. ഇതിപ്പോ രാഘവേട്ടൻ വന്നിനെങ്കിൽ കഴിച്ചില്ല. പിന്നെ രാഘവേട്ടന് കുന്തറിയാം. രാഘവേട്ടൻ ഇംഗ്ലീഷ് അറിയൂ? മലയാളം പോലും മര്യാദയ്ക്ക് അറിഞ്ഞൂടാ. രാഘവേട്ടൻ വെള്ളടിച്ചു മണിയായിട്ട് ഇംഗ്ലീഷ് പറയല്ലേ. അതിനിപ്പോ ഞാൻ കുപ്പി മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? അത് വേണ്ട, വേറെ വഴിയുണ്ട്. നമ്മുടെ സത്യസാറ് വരുമല്ലോ. ഇപ്പൊ സാർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വില്ലേജ് ഓഫീസർ അല്ലേ, മൂപ്പർക്ക് അറിയാണ്ടൊക്കില്ലോ. ഒന്ന് വേഗം വന്നാ മതി. അഥവാ മൂപ്പര് വന്നില്ലെങ്കിൽ നാളെ കൂടി കുട്ടി മോൻ ലീവ് ആയിക്കോട്ടെ, മറ്റന്നാൾ പോവാ. അല്ലാണ്ട് ശരിക്കുണ്ടല്ലോ, നമ്മളൊക്കെ ആയ കാലത്ത് ഇംഗ്ലീഷ് നന്നായി പഠിക്കണ്ടേനി. ഇംഗ്ലീഷൊക്കെ എനിക്ക് അറിയാം. എനിക്ക് ഇംഗ്ലീഷിൽ 12 മാർക്കാ കിട്ടി.
ആരോടും പറയണ്ട. അന്നൊക്കെ പിന്നെ 10 മതി കഴിച്ചിലാവായി. ഞാൻ പഠിക്കുന്ന കാലത്തെ 12. സാറ് വരാൻ സമയായോ? സാർക്ക് വരും 9 ആയില്ലേ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾ അപേക്ഷ കൊടുക്കും കേട്ടോ. ആ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സാറേ, ഇതൊന്ന് വായിച്ചു നോക്കിപ്പോ. എന്താ മണ്ടു ആകെ ഇടങ്ങറായിട്ട് നിൽക്കുക. എന്താ അതൊന്ന് വായിച്ചു നോക്കി നിങ്ങള്. സാർ, എന്റെ മകൻ ഗോപിക്ക് കഴിഞ്ഞ 5 ദിവസങ്ങളായി അവന്റെ മരണാസന്നനായ അപ്പൂപ്പന്റെ അച്ഛന്റെ താല്പര്യാർത്ഥം ടിയാനോടൊപ്പം കഴിയേണ്ടി വന്നതിനാൽ നവംബർ 19, 20, 21, 22, 23 തീയതികളിൽ ക്ലാസ്സിൽ ഹാജരാകുവാൻ സാധിച്ചില്ല. അവന് മാപ്പ് നൽകി ക്ലാസ്സിൽ കയറ്റാൻ അപേക്ഷ. വിശ്വസ്തയോടെ അമ്മ മണ്ടോദരി. ഇത് മതിയല്ലോ, ഇതിനെന്താ കുഴപ്പം? ഇതിലിപ്പോ വില്ലേജ് ഓഫീസർ ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങളെ ഒപ്പിന്റെ അല്ല, അത് പറഞ്ഞോട്. സാർ ഇതൊന്ന് ഇംഗ്ലീഷിലാക്കി തരണം. ഇതിപ്പോ മലയാളത്തിലല്ലേ? ഇത് ഇതേപോലെ ഒന്ന് ഇംഗ്ലീഷ് ആണ്. ഇവിടെ മോള് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കണത്. ഇംഗ്ലീഷിൽ കേൾക്കാൻ ഇത് സിമ്പിൾ അല്ലേ? ഇതൊരു കാര്യം ചെയ്യും, മൊയ്തു സാറ് ഒന്ന് ശരിയായി കൊടുക്കും. അല്ല, എന്നെ കാണിച്ചാൽ മതി, എന്തെങ്കിലും കറക്ഷൻ ഒക്കെ മാറ്റി. ഇങ്ങനെയല്ല, ഞാനൊരു അരമണിക്കൂറിന്റെ മേലെ ഇരുന്ന് എനിക്കൊന്നും വരുന്നില്ല. അല്ല, സാറാവുമ്പോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലേ, സാറിന് പെട്ടെന്ന് പറ്റും. അതെ, ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ഒക്കെ തന്നെ ആയിരുന്നു, പക്ഷെ നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് ഒന്നും അല്ലല്ലോ ഇപ്പൊ. പിന്നെ അതുമല്ല മൊയ്തു, ഈ ഭരണഭാഷ മലയാളത്തിലാക്കിയതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വല്ലത് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നു കഴിഞ്ഞാല് പിന്നെ അത് മോശമാണ്. അവരെന്തെങ്കിലുമൊക്കെ പറയും, അതിന് സമാധാനം ഞാൻ പറയേണ്ടി വരും. വില്ലേജ് ഓഫീസർ ഞാനാണല്ലോ. സാറ് അങ്ങനെയൊന്നും ഉണ്ടാവൂല. ഇതിപ്പോ നമ്മള് 3 പേരല്ലേ ഇവിടെ ഉള്ളൂ. 3 ആളല്ലേ നിങ്ങൾ അത് ചെയ്തു കൊടുത്താൽ. സാറ് ചെറുക്ക സ്കൂളിൽ പോയില്ല സാറേ, അതാണ്. എന്റെ മൊയ്തു സാറേ, ഇത് സിമ്പിൾ അല്ലേ? ഇത് കണ്ട, സാർ 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 അത്രേ ഉള്ളൂ. പിന്നെ എന്റെ മകൻ ഗോപിക്ക് മൈ സൺ ഗോപി കഴിഞ്ഞ 5 ദിവസങ്ങളായി 5 ഡേയ്സ് ലാസ്റ്റ് 5 ഡേയ്സ് അവന്റെ ഹീസ് മരണാസന്നനായ അപ്പൂപ്പന്റെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അല്ല അടക്കി, മറ്റേ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പനല്ലേ? ഇതെന്താ മരണാസന്നനായ ഒരു ഇംഗ്ലീഷ് ഉണ്ടാവുമല്ലോ. ഒന്നുമില്ല ഇതില്. ഒരു കാര്യം ചെയ്യാം, ആ ഡിക്ഷണറി ഇല്ലേ, ഡിക്ഷണറി എടുക്കാം. അത് എടുത്തിട്ട് നോക്കി എഴുതിയാൽ മതി. ഞാൻ തന്നില്ലേ? ഞാൻ എടുത്തരാം. സാറിന് ഒന്നും അറിഞ്ഞൂടാ. സാറേ, അല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിലൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ? പിന്നെ ഇപ്പൊ 20, 21, 22, 23 അതിപ്പോ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ തന്നെയല്ലേ? അതല്ല, നമുക്ക് ഇത് പിടിക്കണോ മരണാസന്ന? അത് ഇതിൽ നോക്കിയാൽ കൃത്യമായിട്ട് അറിയും. നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇത് നോക്കിയിട്ട് അറിയാത്ത വാക്കുകൾ ഡിക്ഷണറിയിൽ നോക്കുക. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഈ അപ്പൂപ്പന്റെ അച്ഛൻ എന്ന് പറയുമ്പോഴേ ഫാദർ ഓഫ് ഗ്രാൻഡ് ഫാദർ സഫറിംഗ് ഫ്രം ഡെത്ത് എന്ന് കൊടുത്താൽ കുഴപ്പമുണ്ടാവോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അങ്ങനെ പ്രയോഗിക്കില്ല ശരിക്കും. അതിലൊരു മലയാളച്ചോവ ഉണ്ട് അല്ലേ? എന്നാ പിന്നെ ഞാൻ നിർത്തി, നിങ്ങൾ തന്നെ ശരിയായി കൊടുത്താളി. Excuse me, sir. Yes. My name is Manmad Rao. I'm coming from Karnataka. എന്താ? Actually, I want to meet the village officer. സാർ, വില്ലേജ് ഓഫീസർ സാർ. അവർ സാർ. Nice to meet you, sir. Nice meet you. See, I want to discuss about a serious issue. I'm planning to buy a property here near Kundanur. It's a lake frontage property, and the property is around already it's around 75 meters away from the lake side. So I'm planning to buy it for a construction of villas and flats. Is there any issue regarding that construction? സാറേ, കുണ്ടന്നൂരിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു. എന്ത് ഇഷ്യൂ ചോദിച്ചോക്കി? ഉണ്ട്, ചോദിച്ചോക്കി. എനി ആക്സിഡന്റ്? വാട്ട് ആക്സിഡന്റ്? ആക്സിഡന്റ് ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ, Yes. യു നോ മലയാളം? Oh, sorry, I don't know Malayalam. Do you anyone know Kannada? नहीं नहीं नहीं. Oh, sir, आपको हिंदी मालूम है? हिंदी नो नो नो. கன்னடா கொஞ்சம் தெரியும். சார் தெரியும், நீங்க தமிழ் பேசுறீங்க. ஆமா. தெரியும்னா தமிழ் தானா? உங்களுக்கு தமிழ் தெரியுமா? தமிழ் டெஹி. Only Malayalam here. മലയാളം. ஆமா. See, my problem is that is there any issue regarding construction on that property? So I should get the consent from this village. Then only I will buy that property. Otherwise, I will drop that. അപ്പൊ ഈ ബിൽഡിംഗ് അല്ല മറ്റേ പ്രോപ്പർട്ടി ബിൽഡിംഗ്
Yeah, flat, yeah. ആ ഫ്ലാറ്റ് പണിയാൻ വേണ്ടി വന്നാണ്. ഇവിടെ ഫ്ലാറ്റ് ഒക്കെ പൊളിക്കാന്ന് പറഞ്ഞാലേ എന്തിനാ അത് പറഞ്ഞാലും പോവില്ലേ? അങ്ങോട്ട് പോയിക്കോട്ടെ എന്നാലേ. നോ പ്രോബ്ലം. So, You are builder? yeah, I'm a builder. Kannada, a small builder. സാറേ എഴുതി തരാൻ പറ. എന്തായാലും ബിൽഡറാണോ? അല്ല പുള്ളിയുടെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ എഴുതി തരാൻ പറ. അത് ഐഡിയ. Excuse me, madam, what's the problem? അതെന്നാ പറഞ്ഞു. പറയങ്ങോട്ട്. ഞാനെന്ത് പറയും? പറഞ്ഞു. യു റൈറ്റ് Right, okay. ഇൻ എ പേപ്പർ വൈറ്റ് പേപ്പർ. വൈറ്റ് പേപ്പർ യുവർ ഇഷ്യൂ പ്രോബ്ലം. What issue? യുവർ പ്രോബ്ലം. See, ഇൻ മലയാളം. so I should give an application in Malayalam. അത് തന്നെ. Application. Sorry, really, I don't know Malayalam. Then how can I do it? Sir, good name? Manmat Rao. Manmat Rao. Yeah. Sir, please, you go outside. Wait. One person there, Kituni. Watuni? Kituni. Okay. He is a writer, application writer. Oh. Okay. You give him 50 rupees. He write application Malayalam. In Malayalam. Okay. Anyway, thanks a lot for the information. Okay, thank you. Really, my interest for buying that property is already lost. Oh. So I am dropping that project. Eh? I think it's far better. Karnataka is far better than here. Okay. Anyway, thank you very much. Okay. Bye. എന്താ പുള്ളി പറഞ്ഞത്? അതെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെറ്റർ ആണ്. ഇനി അപ്ലിക്കേഷൻ മേടിച്ചിട്ട് നേരിട്ട് കർണാടകയിലേക്ക് പോയിക്കോളാം. എന്റെ സാറേ സർവീസിൽ കയറുമ്പോ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരുന്നു. ഇതിപ്പോ ഭരണഭാഷ മലയാളം ആക്കിയ പിന്നെ അതും പറ്റണില്ല. അത് നേരാ. ഇത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാക്ക്. ഞാൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചോളാം. അതാ നല്ലത്. ഈ മലയാള ഭാഷയുടെ അതിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞു ആ മഹത്വം മനസ്സിലാവണം. ഓ മലയാളത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാ അല്ലേ? അതിന് ഒരു കവിത ഞാൻ വൃത്തം വേണം, ഉപമ, ഉൽപ്രേക്ഷ, അലങ്കാരം, എന്തൊക്കെ സാധനങ്ങള്. ഇപ്പൊ മലയാളത്തില് വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ പോലും വ്യക്തമായിട്ട് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ മലയാളത്തില് വ്യഞ്ജനാക്ഷരങ്ങളൊന്നും എടുത്തു നോക്കുക. ഉദാഹരണത്തിന് ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ സ്കൂളിനോടുകൂടെ കാര്യം പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേ അതിന്റെ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് വായ തോന്നിയ രീതിയിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? അത് ഇംഗ്ലീഷാണല്ലോ. മലയാളിയായിട്ടുള്ള നമുക്ക് മലയാളം വിട്ടായിട്ട് സംസാരിക്കാൻ അറിയുമ്പോ ഇംഗ്ലീഷിന് ആവശ്യമുണ്ടോ? അതില്ല. അതങ്ങോട്ട് ഈന്തി കളയാ. നമ്മളങ്ങോട്ട് ഈന്തി കളഞ്ഞ നാട്ടുകാർ നമ്മളെ തല്ലൂലേ? നമ്മൾ ഈ നാട്ടുകാരല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടാവും. എന്താ പ്രശ്നമുള്ള ഒരാളെ കൊണ്ട് ചെയ്യാം. അതാ നല്ലത് അല്ലേ? അത് നമ്മളറിയണോ? അത് നമ്മളറിയണ എവിടെയും കണ്ടിട്ടില്ല. ഇല്ലല്ലോ. അതെ കേക്കല്ലേ. ഒന്ന് പോയി വിളിച്ചടാ. ഒന്ന് പോയി വിളിച്ചേ. ഒന്നുമില്ല. അതായത് ഇത് ആരെവിടെ വെച്ചേ? ഇത് KCB വെച്ചായിരിക്കുള്ളൂ. പോസ്റ്റല്ല. ഈ പോസ്റ്റിന്റെ മുകളിലുള്ള ഈ നോട്ടീസ് ഇവിടെ ആരാ വെച്ചേ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ കാരണല്ല. മലയാളിയല്ലേ? മലയാളികൾ അല്ലേ? അപ്പൊ ഞാൻ ഏത് നാട്ടുകാരനായാലും നമ്മൾ ഒരേ നാട്ടുകാരാ. കേരളീയരാണ്, മലയാളിയാണ്. അങ്ങനെയുള്ള നമുക്ക് മലയാളം അറിയുമ്പോ പിന്നെ ഒരു ഇംഗ്ലീഷിന്റെ ആവശ്യം പെടുന്നോ? ഉണ്ടോ? ഇല്ല. പിന്നെ പറയാ
അടുത്ത ആഴ്ച ഒന്നിങ്ങനെ നീങ്ങുന്നുള്ളൂ, വണ്ടി കത്തി ഞാൻ വന്നാ. അടുത്ത ആഴ്ച മലയാള ഭാഷാ സമ്മേളനമാണ്. എന്ന് തിരഞ്ഞെടുക്കെങ്കിലും പങ്കെടുക്കണം. അപ്പൊ ഇത് അങ്ങോട്ട് ചീന്തി കളയാ. എന്താ കണ്ടത്? ചീന്തി കളയാൻ പറഞ്ഞു. അതല്ലല്ലോ ചീന്തി കളയാൻ പറഞ്ഞത്, ഇതല്ലേ ചീന്തി കളയാൻ പറഞ്ഞത്. ഇല്ലല്ല, അത് ഒട്ടിച്ച ആൾക്കാര് കണ്ടത് പ്രശ്നവും. അത് ഒട്ടിച്ച ആൾക്കാര് ഞാൻ കീറണുണ്ടല്ലോ പ്രശ്നവും. അത് ഇങ്ങനത്തെ ഇവിടെ വേണ്ട. എന്താ കാര്യം? എന്താ ഇത് ഇംഗ്ലീഷല്ലേ? കണ്ടറിയില്ലേ? ഇത് ഇംഗ്ലീഷല്ലേ? അങ്ങനെയാണെങ്കിൽ താഴെ ഉള്ളതും കീറിക്കളയണം. ഇതാ ഇലക്ട്രിക്കൽ എന്നുള്ളത് ഇംഗ്ലീഷാണ്, പ്ലംബിംഗ് എന്നുള്ളത് ഇംഗ്ലീഷാണ്, മെയിൻ്റനൻസ് ഇംഗ്ലീഷാണ്, വർക്കുകൾ എന്നുള്ളത് ഇംഗ്ലീഷാണ്, ചെയ്തു കൊടുക്കപ്പെടും മലയാളമാണ്. അപ്പൊ അത് മാത്രമേ ചെയ്തു കൊടുക്കപ്പെടുന്നുള്ളത് മാത്രം നിർത്തി ബാക്കി ഞാൻ കീറിക്കളയാം. ബുദ്ധിയാണ് പക്ഷേ എനിക്ക് അഭിപ്രായം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, മെയിൻ്റനൻസ്, വർക്കുകൾ എന്നുള്ളതെല്ലാം ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിലും അത് എഴുതപ്പെടാൻ വേണ്ടി അവർ മലയാളം ഉപയോഗിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവര് നമുക്ക് വരുന്ന അങ്ങോട്ട് വിടാം ഒരു പരിഗണന. എന്നിട്ട് ഇത് മാത്രം അങ്ങോട്ട് ചെയ്യുന്ന കളഞ്ഞാൽ മതി. അത് ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ കീറണ അതിന് നിങ്ങളുടെ പ്രശ്നമാവില്ല. ആരും കാണില്ല, ഒരാളും കാണില്ല. ഒന്ന് വട്ടം നിക്കടാ, ഒന്ന് വട്ടം നിക്കടാ, വട്ടം പോലെ അങ്ങനൊന്നും വട്ടം പറഞ്ഞു എനിക്ക് നിന്നോ. അപ്പൊ ഞാനും കാണില്ല. നീ നിക്കണോ എന്താ നോക്കിക്കഴിഞ്ഞേ? കാര്യം കഴിഞ്ഞു കേട്ടോ. ഇനി എവിടെ ഇംഗ്ലീഷിന് എഴുതിയെന്ന് കണ്ടാലും ഇതേമാതിരി ചെയ്യണം. ഞാൻ വന്ന് പറയണം എന്നില്ല കേട്ടാ. അപ്പോ എനിക്കുണ്ടാ കഴിഞ്ഞോ കഴിഞ്ഞോ. അപ്പൊ മലയാള ഭാഷാ സമ്മേളനം മറക്കണ്ട, നിർബന്ധമായിട്ട് എത്തണം കേട്ടോ. പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്റെ പേര് ശീതളൻ. ഞാൻ മലയാള അധ്യാപകനായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. അധ്യാപകനാണല്ലേ? പിന്നെ ഇത് മിസ്റ്റർ സുമേഷ് കുമാർ. ഇദ്ദേഹം കവിയാണ്. പാട്ടും പാടും. ഒരു പാട്ട് ഞാൻ പാടാം. വേണ്ട വേണ്ട. അല്ല, പാടാം. വേണോ? പാടണോ? അല്ല, എന്തായാലും സമ്മേളനത്തിന് വരാൻ നിൽക്കുകയാണല്ലോ. സമ്മേളനം കഴിഞ്ഞ് പോട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പണി കേൾപ്പിക്കാം. പോട്ടെ. അപ്പൊ എന്നാ അങ്ങനെ പറഞ്ഞ പോലെ കേട്ടോ. എന്നാ നമുക്ക് ഇനി അടുത്ത വിഷയം എന്താ? നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകണം. ആയിക്കോട്ടെ. അപ്പൊ ശരി, വരൂ.